ഒന്ന് ചോദിച്ചോട്ടോ, നമ്മുടെ ആ രാപ്പാടിപ്പറമ്പില് രാരിച്ചെന്നേരെ വീട് ഏതാ? ചെറുക്കന്റെ സ്വഭാവം നന്നായിരിക്കും, സാമാന്യം വിദ്യാഭ്യാസം വേണം, ആര് കണ്ടാലും അയ്യേന്ന് പറയിപ്പിക്കരുത്, പിന്നെ തറവാട്ടുകാരനായിരിക്കണമല്ലോ. ഇതിനെല്ലാം പുറമെ ഒരു പെൺകുട്ടിയെ വെച്ച് പൊറപ്പിക്കാനുള്ള ത്രാണി ഉണ്ടായിരിക്കണം. അത്രയല്ലേ ഒരു ചെറുപ്പക്കാരന് ആവശ്യമുള്ളൂ. ഞാൻ അങ്ങനെ അതിമോഹമുള്ളവനൊന്നും അല്ല. പ്രഭാകരന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. 30 വിളയുന്ന 2 ഏക്കർ നിലപ്പാടമുണ്ട്, തെങ്ങും പറമ്പുണ്ട്, കൊപ്ര കച്ചവടമുണ്ട്, നല്ല എണ്ണം പറഞ്ഞ 4 കറവ പശുക്കളുണ്ട്. ഇതിൽ കൂടുതൽ രാരിച്ചെന്നാരുടെ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടാനില്ല. എന്നാ കുട്ടിയെ ഒന്ന് കാണുകയല്ലേ? ഓ, കാണാമല്ലോ. മോളെ സുമതി, അച്ഛന്റെ പൊന്നുമോളിന്ന് വാ. ഇവളുടെ ഒരു കാര്യം, ആള് പീക്കിരിയാണെങ്കിലും അവളുടെ ഒരു നാളം കണ്ടില്ലേ? ഇതാണ് എന്റെ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ്. സുശീലേ, ഇനി മോളിന്ന് വാ. വാ, അച്ഛന്റെ തങ്കക്കട്ടി ഇങ്ങ് വാ. ഇവളാണ് ഇതിന് നേരെ മൂത്തത്. സുഷ്മേ, വരും വരും വരും. സുഷമ, സുഗു, സുധാകരൻ. ഇത്, ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്. അല്ല, പ്രധാനപ്പെട്ട ആളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതല്ലേ വിളിക്കാൻ പോകുന്നത്. ലക്ഷ്മിയെ, ഇതാണ് എന്റെ ഭാര്യ, കുട്ടികളുടെ അമ്മ. നമ്മൾ കല്യാണത്തിന് ആലോചിക്കുന്ന കുട്ടിയെ വിളിക്കൂ രാരിച്ചെന്നേരെ. വിളിക്കാം. ലക്ഷ്മി, ഇവിടെ കൊണ്ടുപോയിട്ട് അവളെ എങ്ങ് അയക്കൂ. ആ, കുട്ടികളെല്ലാം പൊക്കോളൂ പൊക്കോളൂ. എണീരടാ അവിടെ, മടി കയറിയിരിക്കാൻ കണ്ട നേരം. അങ്ങോട്ട് ചെല്ലടി, അവർ നിന്നെ പിടിച്ചു തിന്നത്തൊന്നുമില്ല. നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് നീ. ഇതാണ് രാധ. മോളെ, ഇതാണ്, അല്ല ഇതാണ് പ്രഭാകരൻ. നോക്ക്. നാണം കൊണ്ടാ. അപ്പോ കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി തീയതിയെല്ലാം നിശ്ചയിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ശരി, എന്നാ നമുക്കിറങ്ങാം. കല്യാണാലോചനയ്ക്കാണ് വന്നത്. എടി, അവൻ എന്താ ഒരു കുറവ്? അഴകില്ലേ, ആരോഗ്യമില്ലേ, 2 ഏക്കർ നിലം, 1 തെങ്ങും പുരയിടം, നല്ല വില നടത്തുന്ന ഒരു കൊപ്ര കച്ചവടം. ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ? അപ്പൊ പശുവും തൊഴുത്തുവോ? ആ, അത് വേറെ. എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. 1, 2 അല്ല, 26ാമത്തെ ആലോചനയായത്. ഇത് നിനക്ക് വേണ്ടാന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല. എന്റെ ലക്ഷ്മി കുട്ടി, നീ കിടന്ന് തിളയ്ക്കാതെ. 8ഉം പൊട്ടും തിരിയാത്ത കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത്. എന്റെ മോളോട് ഞാൻ പറയാം. അച്ഛന്റെ മോളെ, മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ? നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ? ആരെ പോലെ ആയാലും എനിക്ക് വേണ്ട. എന്റെ മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്കിളയതില്ലേ 3-4 കൊച്ചുങ്ങള്? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുന്നാരം പറഞ്ഞിട്ട് അവള് തലയെ കയറുന്നത്. വല്ലവനുമായിട്ട് പ്രേമോ കുന്തോണ്ടെങ്കിൽ മനസ്സിലാക്കാം. വരുന്ന ഒരുത്തനെ അവൾക്ക് പിടിക്കൂല. എടി, സത്യം പറ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താ? കല്യാണത്തക്കം പട്ടണത്തിൽ നിന്ന് വരണം. ചേച്ചി പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം, ഇംഗ്ലീഷ് പറയണം, പരിഷ്കാരം വേണം, സിഗരറ്റ് വലിക്കണം, പട്ടണത്തിൽ പോണം, ഇംഗ്ലീഷ് പഠിക്കണം, നിന്റെ അമ്മയുടെ തല വേണം. ഇതിന്റെ ഇടയ്ക്ക് ആ പീക്രാന്തി ഉണ്ടല്ലോ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്? ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ. ആണേ,
ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12. അന്ന് എന്റെ അമ്മ അമ്മാവിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവൻ കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്തെ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം ചുറ്റി കറങ്ങുന്നുണ്ട്. അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം, നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാടാ രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരി തന്നെ, പക്ഷെ രാധയെ കെട്ടിയാൽ ആ സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിഴിയരുത്. ഓരോ കല്യാണക്കാര് വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തല എങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെ എന്നല്ല അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും, പട്ടണത്തിൽ നിന്ന്. എന്താളാവോ പട്ടണത്തിൽ? സമയമല്ലോ, വന്ന ആളിലൊക്കെ പോവാവോ? ഞാൻ വീടാന്തരം നടന്ന് കുറെ ആളിനെ സംഘടിപ്പിച്ചതാ. കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ആൾക്കാരല്ലേ? അതെ. ഉദ്ഘാടനത്തിന് വീഡിയോക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛന് അസുഖം കൂടുതലാണത്രേ. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പോ 11 മണിക്കൂർ ആരെ അന്വേഷിച്ചു പോകാനാ? തന്തയ്ക്ക് സൂക്കേട് വരാൻ കണ്ട ഒരു സമയം. നിങ്ങളത് ഏറ്റപ്പോഴും മനസ്സിലായി. കുഴക്കുള്ളൂ. ഞാനും ചെയ്യാനാ? ഇനിയിപ്പോ ഒരൊറ്റ പോവഴേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം കൊണ്ട് നിർവഹിക്കാം. അതേതായാലും വേണ്ട, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളായിരിക്കണം. അങ്ങനെ ഒരാളെ ഇപ്പൊ എവിടെ അന്വേഷിച്ചു പോകാനാ? നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ. ഈ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി ഏതാ? നന്മകൾ മാത്രമുള്ള, നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. സാർ ഒന്നുകൊണ്ട് കുട്ടികൾ നിശബ്ദരായിരിക്കൂ, നിശബ്ദരായിരിക്കൂ. കുട്ടികൾ ഇങ്ങോട്ട് കയറിക്കോ. ഇവിടെ ഇരിക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിന്റെ ഒരു ഇത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ, കുടുംബനാഥ, ബാക്കിയുള്ള അങ്ങനെ. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. അപ്പോ ഈ കുടുംബപരമായിട്ടുള്ള, കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ കുടുംബം, കുടുംബനാഥൻ, കുടുംബിനി, കുടുംബാസൂത്രണം. അപ്പോ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ.
എങ്ങനെ സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ആ ഒരുവിധം. വസണി സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തിരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിനാ? ഈ ജനലിനരിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി അതിൽ കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവയുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട്. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ് അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യോ വേണ്ട മാവ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമില്ല, പക്ഷേ അയ്യോ അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടുംപാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. 2 നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കാം. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അതും സാർ ഇടുന്നെങ്കിലും അല്ല, പശുവും പാല് മതി. കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാരിച്ചെന്നാർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമ്മായി, ഈ അമ്മാവനെന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രി എന്തേ ഇത്രച്ചും ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ ആരുമല്ല ചോദിച്ചത്. അമ്മാവന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് 2 നേരം പാൽ കൊടുത്ത് അയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് 2 നേരം പാൽ കൊടുത്ത് അയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി. പിണ്ണാക്ക് മേടിക്കാനുള്ള കാശ് എന്റെ കിട്ടുമല്ലോ. ദൈവമേ. ഏ? അല്ല, വല്ലവരുടെ വീട്ടിലും പാൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട. അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരുടെ കൂടെ തയ്ച്ചാൽ മതി. ശരി. അതുമല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ എന്നാലും രാധ അങ്ങോട്ട് അയക്കരുത്. ഇല്ല. വാസുനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല. ഇന്നലെ ഇവിടെ വരാൻ പറ്റില്ല. സാരമില്ല. രാധേ, എന്തിനാ? ഞാൻ നിനക്ക് അലുവ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? വാ. ആരും കാണണ്ട. വാസനേട്ടാ, നാളെയും കൊണ്ടുവരുമോ? എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത്? പ്രാന്തൽ വെക്കാൻ വന്നതാ. അത് ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിയല്ലോ. കണ്ണി കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല. നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല. ഞാൻ പകല് മുഴുവൻ വാതിലടിച്ച് അകത്തിരിക്കുകയായിരുന്നു. അറിയാം. രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി. കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട. ഇവിടെ വന്ന് ആരും എന്നെ നോക്കി നിൽക്കാറില്ല. ആര് പറഞ്ഞു? കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കണതല്ലേ. ശങ്കരൻ നായരുടെ ഭാര്യ ചെറുപ്പമാണ്, സുന്ദരിയാണ്. നീ അത്ര വലിയ സുന്ദരിയൊന്നും അല്ല. എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാതെ പോരെ. ആരാ? ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനേ പ്രിയരാഗമായി വാ.
രൂപം കാണാൻ അഭിലാഷമെന്നിൽ നിറയെ പാദചലനം കേട്ട കുളിരിൽ ആലോലമാടി മോഹം ഇനിയുമെന്നെ നീ തിരിയല്ലേ ഇനിയൊരിക്കലും പോകല്ലേ മൃദുലം മൃദുലം തവ നടനം മധുരം മധുരം മധുവചനം മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ. പാല് രാരിച്ചെന്നാര് തന്നയച്ചാണോ? നിങ്ങളൊക്കെ ആരാ? പാടെ പോ. ചേച്ചി അയാൾ ബാബുരാ. ഏയ് വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ പറഞ്ഞ വലിയ ഉദ്യോഗ. പിന്നെ അല്ല, അയാളുടെ വീട് പട്ടണത്തിലാണ്. അയാളുടെ മുറിയിൽ പാന്റ് തൂങ്ങി കിടക്കുന്ന ചേച്ചി കണ്ടോ? മേശപ്പുറത്ത് റേഡിയോ ഉണ്ട്. നെൽത്ത് വിരിച്ചിരിക്കുന്ന സാധനം കാണാൻ എന്ത് ഭംഗിയല്ലേ? അയാളാണ് ചേച്ചി കല്യാണം ആലോചിക്കാൻ വരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാല്ലേ? അവിടുന്ന് നേരത്തെ വരണേ. പിന്നെ നേരത്തെ വരാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് സമാനം ഉണ്ടോ? വരട്ടെ. വരട്ടെ. പറഞ്ഞേ ശരിയാ. എങ്ങനെങ്കിലും ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ചെയ്യിച്ചു. അതിനിപ്പോ എന്തൊരു വഴി. പട്ടണത്തിൽ നിന്നും 10 നേരം ഈ സൂര്യനുദിക്കും, ഈ സൂര്യനുദിക്കും. ചേച്ചി ഉറങ്ങിയോ? ഇല്ല, അച്ഛനും അമ്മയും ഉറങ്ങിയോ നോക്ക്. ഉറങ്ങി. ചേച്ചി അയാള് ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നമുക്ക് അയാളുടെ അച്ഛന് ഒരു കത്തെഴുതിയാലോ? അത് വേണ്ട. എന്താ? കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ വന്നാലോ? അയ്യോ, എന്നാ വേണ്ട. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും. അപ്പോഴേക്ക് ഇനി വേറെ വല്ല കല്യാണക്കാരും വരും. നമുക്ക് അയാളെ കട്ടോണ്ടോന്നാലോ? നമ്മളെടുത്ത് അയാൾ പൊങ്ങോ? പിള്ളേര് മര്യാദക്കാരൊന്നും ഉറങ്ങുന്നുണ്ടോ? പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല. ഒച്ചയും ബഹളവും തന്നെ. ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. പാല്. ആഹാ, എല്ലാരും മുണ്ടൊക്കെ എടുത്ത് വലിയ സ്റ്റൈലിലാണല്ലോ. അതെ. എന്താ എല്ലാരും ഇങ്ങനെ? പേരെന്താ? എന്തോ പേര്? ആ, വിനയൻ. നാടെവിടെയാ? എറണാകുളം. കല്യാണം കഴിഞ്ഞ? ഇല്ല, എന്താ? എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? വീട് വലിയ വീടാണോ? ആ, അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു അനിയത്തി. കാറുണ്ടോ?
നിങ്ങളെ കല്യാണം ആലോചിക്കാൻ എന്താ വഴി? ആർക്കാ? ഞങ്ങളുടെ ചേച്ചിക്കാ. ആ അതിന് ഒരു സൂത്രമുണ്ട്. എന്താന്ന് വെച്ചാലേ